ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനിയോ ദീപക്സ്. അപ്പം നമ്മളിപ്പോൾ ഗോവൻ സീരീസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ 4-മത്തെയും അവസാനത്തെയും ആ ഒരു എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയേക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ആ 3 എപ്പിസോഡും കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടേക്കണേ. അത് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കണ്ടിന്യൂറ്റി ഉണ്ടാവും. ആ 3 വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. ഗോവ ശരിക്കും പൊളി തന്നെയാണ് കേട്ടോ. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. 3 ദിവസവും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് തന്നെ വരികയാണ്. ക്ലൈമറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവ സൂപ്പറാണ്. അപ്പം ഈ ഒരു വീഡിയോയോട് കൂടി ഈ ഗോവൻ സീരീസ് അവസാനിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് രാത്രി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നൊരു ദിവസത്തെ കാഴ്ചയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ആ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. മറ്റു ദിവസങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഇന്ന് അതിരാവിലെ തന്നെ അഞ്ജുന ബീച്ച് കാണാനായിട്ട് എത്തിയേക്കുകയാണ് കേട്ടോ. അപ്പം ഒരു ക്ലിഫിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിയ തിരയൊക്കെ ഇങ്ങനെ അടിക്കുന്നത്, നിറയെ പാറക്കൂട്ടങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് കുറച്ച് ദൂരം താഴത്തോട്ട് നടന്നിറങ്ങണം. നമ്മൾ ആക്ച്വലി വർക്കല ബീച്ചിലൊക്കെ പോയി ക്ലിഫിന്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങൂലേ, അപ്പോൾ അതുപോലെ. അപ്പോൾ അത് ഇവിടെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും വർക്കല ബീച്ചിൻ്റെ ആ ക്ലിഫിൽ നിന്ന് താഴത്തോട്ട് ബീച്ച് സൈഡിലോട്ട് പോകുന്ന ആ ഒരു ഫീലാണ് കിട്ടുന്നത്. നിറയെ ഷോപ്സ് ആണ് കേട്ടോ. ഇവിടെ കുറേ ഷാക്കുകളുണ്ട്, അതുപോലെ കുറേ ഷോപ്സ് ഉണ്ട്. നൈറ്റ് ലൈഫിന് ഭയങ്കര ആക്റ്റീവായിട്ട് ഉള്ള ഒരു ബീച്ചാണെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ തീർത്തും ശാന്തമാണ്. നോക്കി ഇങ്ങനെ തിരയടിക്കുന്നു. ഞങ്ങൾ കുറച്ച് ആൾക്കാരല്ലാതെ വേറെ ഇവിടെ ആരുമില്ല. മേ ബി ഏർലി മോർണിംഗ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഞാനിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് നമ്മുടെ കലാങ്കുട്ട് ബീച്ച് പോലെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ക്രൗഡ് വരുന്ന ഒരു ബീച്ചല്ല ഇത്. നിറയെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങളേതായാലും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും ഞങ്ങൾ ഇത്തവണത്തെ ഈ ട്രിപ്പിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഇവിടെ ഇപ്പം ഞങ്ങൾ എല്ലാ ആൾക്കാരും ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ വന്നേക്കുന്നത് ഞാനുണ്ട്, ജേബി ഉണ്ട്, നേഹയുണ്ട്, അതുപോലെ ശ്വേതയുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെയാണ് വന്നേക്കുന്നത്. ഇന്ന് ഫൈനൽ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും അവരവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഇപ്പോൾ പോയേക്കുകയാണ്. ഞങ്ങൾ ലഞ്ച് ടൈമിന് ഒന്നിച്ച് മീറ്റ് ചെയ്യാം എന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങളിപ്പോൾ എല്ലാ ആൾക്കാരും ഓരോ വഴിക്ക് പോയേക്കുന്നത്. പണ്ട് കാലത്ത് ഇവിടെ നിറയെ ഹിപ്പി കൾച്ചറൊക്കെ ഉണ്ടായിരുന്നെന്നാണ് ഇവിടെ അറിയാൻ സാധിച്ചത്. ഇപ്പം പക്ഷേ കൂടുതലും ഇവിടെ ഫോറിനേഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ച്, അല്ലെങ്കിൽ കൂടുതൽ ബഹളമൊന്നും ഇല്ലാതെ ക്രൗഡൊന്നും ഇല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു ബീച്ചാണിത്. എന്തുതന്നെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കാര്യം ആരുമില്ല ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ. ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം ഇവിടെ ഈ ബീച്ചിൽ വളരെ ക്വയറ്റായിട്ട് പീസ്ഫുള്ളായിട്ട് കുറേ നേരം ഈ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ബീച്ചിൽ നിന്നും തിരിച്ചു വരുന്ന വഴിയാണ് ഞങ്ങൾ ഈ ഒരു കഫേ ശ്രദ്ധിച്ചത്. ഇതൊരു ചെറിയ ഒരു സെറ്റപ്പ് ആണെങ്കിലും കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്വേതയും നേഹയും അവരെന്തോ കഴിക്കാനായിട്ട് പോവുകയാണെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അതിൻ്റെ ഉള്ളിലോട്ട് പോയി. ഞാനും ജേബിയും ഏതായാലും രാവിലെ അങ്ങോട്ട് കയറിയില്ല. ഞങ്ങളിവിടെ ഈ ബീച്ച് സൈഡൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടോ. ഫാമിലി റെസ്റ്റോറൻറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ അവിടെ കംപ്ലീറ്റ് ഡിസ്പ്ലേയിൽ ലിക്കറും അതുപോലെ വൈൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഏകദേശം ഉച്ച സമയമായപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഗ്യാദർ ചെയ്തതിന് ശേഷം നമ്മുടെ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹയാത്ത് സെൻട്രിക്ക് ഉള്ളത്. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് ഹയാത്ത് സെൻട്രിക്ക് എങ്ങനെയാണ് കാണാതെ പോകുന്നതെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഹയാത്ത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇതിനകത്ത് നിറയെ ഫോറിനേഴ്സിനെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള തീമിലാണ് ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ലഞ്ച് ടൈമാണ്. അപ്പം ഇവിടെ ബുഫേ ലഞ്ച് അവൈലബിൾ ആണ്. ഞങ്ങൾ ഏതായാലും ഇവിടെ നിന്ന് ബുഫേ കഴിക്കുന്നില്ല. പക്ഷേ ജസ്റ്റ് ആ ബുഫേ സ്പ്രെഡ് ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതിനു മുന്നേ ഞാൻ ട്രിവാൻഡ്രം അതുപോലെ എറണാകുളത്തുള്ള ഹയാത്തിലെ ബുഫേ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല. ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ നിന്നാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പ്രെഡ് ഞാനൊന്ന് കാണിച്ചു തരാം. ഗോവൻ സ്റ്റൈൽ ഇവരുടെ ആ ഒരു ബുഫേ സ്പ്രെഡ് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. എല്ലാം നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നിറയെ ആൾക്കാരുണ്ട്, ഒരുപാട് ഗസ്റ്റുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ആ ഒരു ബുഫേ സ്പ്രെഡ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നിറയെ ഇങ്ങനെ 2 വീലേഴ്സ്, വളരെ കളർഫുൾ ആയിട്ടുള്ള 2 വീലേഴ്സ് ഇങ്ങനെ റെന്റിന് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. ഗോവയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇത് തന്നെയാണ്, 2 വീലേഴ്സ്. അപ്പോൾ ഈ 2 വീലർ കണ്ട ഉടനെ നമ്മുടെ ശ്രീജിത്ത് സാറും അതുപോലെ രോഹിത്തും കൂടെ 2 വീലറും എടുത്ത് കുറേ കറങ്ങാനായിട്ടൊക്കെ പോയി. അവർ പിന്നെ 2 വീലേഴ്സിൽ കുറേ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ടാണ് വന്നത്.
സമയം ഇപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തന്നെ തൊട്ടടുത്ത് ഡൽഹി ദർബാർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല ഫുഡാണെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ കഴിക്കാനായിട്ട് വന്നത്. ഏതായാലും ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് സ്പേസ് കിട്ടി, ഒരു ചെറിയൊരു റൂം ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പ്രൈവസി ഇവിടെ ഫീൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഒരുപാട് പരിപാടികളൊന്നും ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, കാര്യം ഞങ്ങളുടെ ഫൈനൽ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം ഇവിടെ ചില്ല് ചെയ്തിരുന്നിട്ടാണ് ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം ലഞ്ചിന് മുന്നേ ഞങ്ങളെല്ലാവരും ഓരോ ഡ്രിങ്കൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വ്യത്യസ്തമായിട്ടുള്ള പല ഡിഷസും ഞങ്ങൾ ഇവിടെ ട്രൈ ഔട്ട് ചെയ്തു. സ്റ്റാർട്ടേഴ്സ് തുടങ്ങി അതുപോലെ മെയിൻ കോഴ്സ് എല്ലാം വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാ ആൾക്കാർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡ് തന്നെയാണ് അവർ നമുക്ക് സെർവ് ചെയ്തത്. അങ്ങനെ വളരെയധികം റിലാക്സ് ചെയ്തിരുന്ന ഒരു ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫോർട്ടുണ്ട്, ചപ്പോറ ഫോർട്ട് എന്ന് പറയും. അതിൻ്റെ റൂയിൻസ് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഈ ഫോർട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഫേമസ് ആയത് നമ്മളുടെ ഹിന്ദി മൂവി ദിൽ ചാഹ്താ ഹൈ എന്ന് പറയുന്ന ഹിന്ദി മൂവി ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ ഫോർട്ട് കൂടുതൽ പ്രോമിനൻ്റ് ആയി തുടങ്ങിയത്. ദിൽ ചാഹ്താ ഹൈ ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ആൾക്കാർക്കും അറിയാം. അപ്പോൾ ആ ഫോർട്ട് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഏകദേശം 150 സ്റ്റെപ്പ് കയറണം കേട്ടോ നമുക്ക് ഈ ഫോർട്ടിൻ്റെ മുകളിൽ എത്താനായിട്ട്. പക്ഷേ അതത്ര ഭയങ്കര ഒരു സ്ട്രെയിനായിട്ട് എനിക്ക് തോന്നിയില്ല, കാര്യം നല്ല നീറ്റായിട്ടുള്ള സ്റ്റെപ്സാണ്. നമുക്ക് നിന്ന് സൗകര്യപ്രദമായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ആ ഒരു കോട്ടവാതിൽ കടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് ഫോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതൊരു ഒന്നുമില്ല, ഇവിടെ ഒരു ബാരൻ ലാൻഡാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് കാണുന്ന ആ ഒരു വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൊർജിൻ ബീച്ചും അതുപോലെ വാഗത്താർ ബീച്ചും രണ്ട് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ബീച്ചും നമുക്ക് ഈ ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ഏർലി മോർണിംഗ് വരിക സൺറൈസിൻ്റെ ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ വൈകുന്നേരം ഇതുപോലെ സൺസെറ്റിൻ്റെ ടൈമിൽ നമ്മൾ വരിക. ഞാനിതിപ്പോൾ ആക്ച്വലി ശരിക്കും സൺസെറ്റ് ടൈമിലല്ല എത്തിയേക്കുന്നത്. ഇപ്പം ഒരു 4:30 മണി 5 മണി ആവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു ബീച്ചിൻ്റെ 2 ബീച്ചിൻ്റെയും വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ദിൽ ചാഹ്താ ഹൈയിലെ പാട്ടും എല്ലാം പ്ലേ ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു വേറൊരു വൈബാണ്. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. 150 സ്റ്റെപ്പ് കയറണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും മാറിക്കളഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വീണ്ടും ഞങ്ങൾ 4 സംഘം, ഞാൻ, JB, അതുപോലെ ശ്വേത, നേഹ, ഞങ്ങൾ 4 പേരും കൂടെയാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറിയത്. ബീച്ചിൻ്റെ ഒരു കിടിലം വ്യൂ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറിയത്. ഇവിടെ നിന്ന് ബീച്ചിൻ്റെ വ്യൂ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ത് ഡിഫിക്കൽട്ടാണ് ഇതിനകത്തൂടെ ഒന്ന് കയറി മുകളിലോട്ട് പോകുന്നതെന്നുള്ളത്. കയറിപ്പോയപ്പോൾ ആ ഒരു ആവേശത്തിൽ ഞാനങ്ങ് കയറിപ്പോയി. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം പറയുകയാണെങ്കിൽ, ആദിൽ ഷാഹി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു പണ്ട്. അതിൻ്റെ ഒരു ഭരണാധികാരി ആദിൽ ഷായാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോർട്ട് ഇവിടെ പണിഞ്ഞത്. ഷപ്പൂറ ഫോർട്ട് എന്നായിരുന്നു ആദ്യം ഇതിൻ്റെ പേരെങ്കിലും പിന്നീടാണ് അതിൻ്റെ പേര് മാറിയിട്ട് ചപ്പോറ ഫോർട്ട് എന്നായത്. ഞാൻ ഏതായാലും കൂടുതൽ ചരിത്രം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ശരിക്കും ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. ശ്വേതയും നേഹയും കയറി വരുന്നുണ്ട്. JB എങ്ങോട്ട് പോയെന്നുള്ളത് ഞാൻ കണ്ടില്ല. അപ്പം ഇവിടെയാണ് നമ്മുടെ ദിൽ ചാഹ്താ ഹൈ എന്ന് പറയുന്ന ആ ഒരു മൂവിയുടെ ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും എന്തുവാണെങ്കിലും ആ ഒരു സ്പോട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിവിടെ വന്നത്. ഞങ്ങൾ ഏതായാലും കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. കാര്യം ഇന്നിപ്പോൾ ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല. തിരിച്ച് ഹോട്ടലിലോട്ട് പോവുക, ഡിന്നർ കഴിക്കുക, നേരെ എയർപോർട്ടിലോട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആ ഒരു താല്പര്യത്തിനനുസരിച്ച് ഞങ്ങൾ കുറേ നേരം ഈ ഒരു ഫോർട്ടിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ശരിക്കും ഒരു മെമ്മറബിൾ ഈവനിങ് തന്നെ ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ലെങ്കിൽ പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ശരിക്കും സൂപ്പറായിരുന്നു. ഗോവയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ചപ്പോറ ഫോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ.
നമുക്ക് ഈ 2 ബീച്ചും നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. എനിക്ക് എത്രത്തോളം എൻ്റെ ക്യാമറയിലൂടെ നിങ്ങളിലോട്ട് അത് എത്തിക്കാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നേരിട്ട് ഇവിടെ നിന്ന് അത് കണ്ടു കഴിഞ്ഞാൽ ഉള്ള ആ ഒരു ഫീലെന്ന് പറഞ്ഞാൽ ശരിക്കും അമേസിങ് ആണ്. അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഗോവയിൽ വന്നിട്ട് ഒരു ബിവറേജ് ഔട്ട്ലെറ്റും കൂടെ കാണാതെ എങ്ങനെയാണ് നമ്മൾ മടങ്ങി പോകുന്നത്? ലിക്കർ ലോഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതിനകത്തോട്ട് ശരിക്കും കയറി കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലൊക്കെ കാണത്തില്ലേ, നമ്മുടെ ഡ്യൂട്ടി പെയ്ഡ് ഔട്ട്ലെറ്റ്സ് ഒക്കെ കാണൂലേ, അതുപോലെയാണ് ഇതിനകത്ത് ബിവറേജ് ഔട്ട്ലെറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മൾ നാട്ടിലൊന്നും കാണാത്ത പല ടൈപ്പിലുള്ള ബോട്ടിൽസ് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇവരിവിടെ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിൽസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഇതുപോലെയുള്ള ഔട്ട്ലെറ്റ്സ്, ഇതിപ്പോൾ ഞങ്ങൾ വന്നേക്കുന്നത് ലിക്കർ ലോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഔട്ട്ലെറ്റ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ബോട്ടിൽസ് വാങ്ങി നാട്ടിലോട്ട് പോകാൻ സാധിക്കും. നമുക്ക് ഹയാത്ത് സെൻട്രിക്കിൽ നിന്നും ഒരു ഡിന്നറും കൂടെ കഴിച്ചിട്ട് ഈ ഗോവൻ ട്രിപ്പ് അവസാനിപ്പിക്കാം. ഇവിടുത്തെ ആ ഒരു ലൈറ്റ് സിസ്റ്റം ഒക്കെ കണ്ടോ, വളരെ ഡിം ലൈറ്റിലാണ് ഇവരെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ പൂൾ സൈഡാണ്, ഹയാത്തിൻ്റെ ആ ഒരു പൂൾ സൈഡിലുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡിം ലൈറ്റിലാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി എല്ലാ ഫാമിലിയും ഇങ്ങോട്ട് ഹയാത്തിലോട്ട് വന്നില്ല കേട്ടോ. ശ്രീജിത്ത് സാറും ശാലിനി മേഡം ഉണ്ട്, JB ആൻഡ് ഫാമിലി ഉണ്ട്, അതുപോലെ ഞാനും ഫാമിലിയും. ഞങ്ങൾ 3 ഫാമിലിയാണ് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. ഞാൻ ഉച്ചയ്ക്ക് ഓൾറെഡി ഇവിടുത്തെ ബുഫേ സ്പ്രെഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. നല്ലൊരു സ്പ്രെഡായിരുന്നു ഇവിടുത്തെ ബുഫേ സ്പ്രെഡ്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നൈറ്റിലുള്ള ആ ഒരു ബുഫേ സ്പ്രെഡും കൂടെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊന്നും കാണിക്കാനായിട്ടുള്ളൊരു ടൈം ഞങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ഇല്ല. കാര്യം ഞങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ടൈമേ ഉള്ളൂ. അപ്പോൾ ഈ സ്പ്രെഡ് ഞാനൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഫുഡും കഴിച്ചിട്ട് എയർപോർട്ടിലോട്ട് ഞങ്ങൾ മൂവ് ചെയ്യുകയാണ്. ഒരു അടിപൊളി ഡിന്നർ തന്നെയായിരുന്നു ഞങ്ങളിവിടെ ഹയാത്തിൽ നിന്ന് കഴിച്ചത്. ടൈമിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ കുറേ കൂടെ റിലാക്സ് ചെയ്തിരുന്ന് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഒരു 1 മണിക്കൂർ നേരത്തെ ട്രാവലുണ്ട് എയർപോർട്ടിലോട്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു, ഗോവ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഓൺ ടൈമാണ്, മറ്റ് ധൃതി പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പം നമുക്കിനി അകത്തോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സൊക്കെ ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമ്മളുടെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. എല്ലാ എയർപോർട്ടിലും ഉള്ളതുപോലെ തന്നെ ഉള്ളൊരു ചെക്കിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഗോവ ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി എയർപോർട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാ ആൾക്കാരും അങ്ങനെ ഒരു 3 ദിവസത്തെ അടിപൊളി ഗോവൻ ട്രിപ്പിന് ശേഷം ഇങ്ങനെ തിരിച്ച് നാട്ടിലോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്കിനി ഏകദേശം ഒരു 1/2 മണിക്കൂർ ഇനിയും ടൈമുണ്ട് കേട്ടോ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഫുഡ് കോർട്ടാണ് ഇവിടെ ഈ ഏരിയ എന്ന് പറയുന്നത്. ആ ഫുഡ് കോർട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല. വലിയ തിരക്കൊന്നല്ല, ഒട്ടും തിരക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ഔട്ട്ലെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മളുടെ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. അപ്പം നമുക്കിനി ബോർഡ് ചെയ്തിട്ട് നേരെ ബാംഗ്ലൂർക്ക് പോവാം. അങ്ങനെ അതാ നമ്മൾ ഗോവയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ബാംഗ്ലൂരിലോട്ട് പോവുകയാണ്. കൃത്യം 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ബാംഗ്ലൂരിലോട്ട് എത്തുകയാണ്. ഞാൻ കൂടുതൽ കാഴ്ചകൾ കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, രാത്രിയാണ്. അതുപോലെ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ട് കണ്ടോ, വിശാലമായിട്ടുള്ള ബാംഗ്ലൂർ എയർപോർട്ട്, നിറയെ ഫ്ലൈറ്റുകൾ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഞങ്ങളുടെ ഗോവ ബാംഗ്ലൂർ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ ബാംഗ്ലൂർ ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാം കുറച്ച് ധൃതിക്കായിരുന്നു ഞങ്ങളുടെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സൊക്കെ. അങ്ങനെ ഞങ്ങൾ 3 ദിവസത്തെ അടിപൊളിയായിട്ടുള്ള ആ ഒരു ഗോവൻ ട്രിപ്പിന് ശേഷം ഞങ്ങളിതാ ഫൈനലി ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള ആ ഒരു യാത്രയിലാണ്. ഈ ഗോവൻ ട്രിപ്പ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നുണ്ടെങ്കിലും ഗോവൻ കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കി നിർത്തിയിട്ടാണ് ഞങ്ങൾ ഗോവയിൽ നിന്നും മടങ്ങിയെത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത യാത്രയിൽ ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കാതെ പോയ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾ വീണ്ടും ഒരു വിന്റർ ഗോവ ട്രിപ്പ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ഏതായാലും 3 ദിവസം ഗോവയിൽ അടിച്ച് പൊളിച്ചു. ഞങ്ങളുടെ ഈ ഗോവൻ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ഗോവൻ സീരീസ്? ഞങ്ങൾ 3 ദിവസം ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. ക്ലൈമറ്റിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ച സമയം ഒന്നും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഗോവ 3 ദിവസം കൊണ്ടൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് തീർക്കാൻ സാധിക്കത്തില്ല. അതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന്. ഇവിടെ നമ്മൾ ഹിഡൻ ആയിട്ടുള്ള കുറേ ബീച്ചസ് ഉണ്ട്. പിന്നെ അല്ലാതെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങൾ ഇനിയും ബാക്കി നിർത്തിയിട്ടാണ് ഞങ്ങൾ തിരികെ എത്തിയിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ഗോവയിൽ ഒരു വിന്റർ ഗോവൻ സീരീസ് ഞങ്ങൾ എന്താണെങ്കിലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു നവംബർ ഡിസംബർ ടൈമിൽ വീണ്ടും ഗോവയിൽ പോകണം. ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ആ കാഴ്ചകൾ ഞങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. അപ്പോൾ ഈ ഗോവൻ സീരീസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളുടെ വീഡിയോയ്ക്ക് കമന്റ്സ് തരിക, നമ്മളുടെ വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡൊമിനിയോ ദീപക്സ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.